ഇന്ത്യ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 2 പ്രോസ ആയിട്ടുള്ള ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇമാജിനറി ഹോംലാൻഡ്സ് എന്താ അതിൻ്റെ മീനിങ്? സങ്കല്പികമായിട്ടുള്ള മാതൃരാജ്യം. എന്തുകൊണ്ടായിരിക്കും സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ആ ഒരു റൈറ്റർ ഇമാജിനറി ഹോംലാൻഡ്സ് എന്നുള്ള പേരിട്ടിട്ടുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകൾ നോക്കാം. ലാംഗ്വേജ് ഈസ് കറേജ്, the ability to conceive a thought, to speak it, and by doing so to make it true. ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ധൈര്യമാണ്. അതിന് ഒരു ചിന്തയെ ഗർഭം ധരിക്കാനുള്ള ധൈര്യമുണ്ട്. അതേപോലെ തന്നെ വാക്കുകളായി അത് പറയാൻ അല്ലെങ്കിൽ അതിനെ പ്രസവിക്കാൻ പറ്റും. ആൻഡ് ബൈ ഡൂയിങ് സോ ടു മേക്ക് ഇറ്റ് ട്രൂ, ആ വാക്കുകളെ പ്രവൃത്തിയിലൂടെ സത്യമാക്കാനും പറ്റും. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ കോൺട്രവേഴ്ഷ്യൽ റൈറ്റർ ഓഫ് ദ 20th സെഞ്ച്വറി, സൽമാൻ റുഷ്ദി വാസ് ബോൺ ഓൺ ജൂൺ 1947 ഇൻ ബോംബെ, ഇന്ത്യ. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിലെ വിവാദ നായകനായിരുന്നു. വിവാദപരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു. ഇദ്ദേഹം ജനിച്ചത് ജൂൺ 19 1947 ബോംബെയിലാണ്. Rushdi was educated at a Bombay private school before attending the Rugby School, a boarding school in Warwickshire, England, and eventually received his MA from King's College, Cambridge. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ബോംബെയിലെന്ന് പറഞ്ഞു. ബോംബെയിലെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ശേഷം ഇദ്ദേഹം റഗ്ബി സ്കൂളിലും വാർവിക്ക്ഷയറിൽ ഇംഗ്ലണ്ടിലായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം കിങ്സ് കോളേജ് കാംബ്രിഡ്ജിൽ നിന്ന് MA ഒക്കെ കരസ്ഥമാക്കി. ഇൻ 1964 ഹിസ് ഫാമിലി മൂവ്ഡ് ടു കറാച്ചി. ആഫ്റ്റർ എ ബ്രീഫ് കരിയർ ആസ് എൻ ആക്ടർ, he worked as an advertising copywriter in London throughout most of the 1970s. അപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് ജനിച്ചതെങ്കിൽ കൂടി ഇദ്ദേഹം പിന്നീട് കറാച്ചിയിലേക്ക് പോവുകയും പിന്നീട് ഒരു ബ്രീഫ് കരിയർ ആസ് എൻ ആക്ടറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു അഡ്വർടൈസിങ് കോപ്പിറൈറ്ററായിട്ട് ലണ്ടനിലും 1970കളിലൊക്കെ ജീവിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇമാജിനറി ഹോംലാൻഡ് എന്നതിന് പേരിടാൻ നിങ്ങൾക്ക് ഏകദേശം കാരണങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ജനിച്ച ജന്മനാട് നഷ്ടപ്പെട്ട ഒരാളാണല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് സിറ്റി ഈസ് റെഫേർഡ് ടു ആസ് മൈ ലോസ്റ്റ് സിറ്റി ഇൻ ദ എസ്സേ ബൈ റുഷ്ദി? അപ്പോൾ റുഷ്ദിയുടെ ഇമാജിനറി ഹോംലാൻഡിലെ ഏത് സിറ്റിയാണ് മൈ ലോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റും, ബോംബെ ആണ് അല്ലേ. വാട്ട് ബോളിവുഡ് ഹിറ്റ് നമ്പർ ഡിഡ് ദ ഓതർ ഐഡൻറ്റിഫൈ ആസ് എ പൊട്ടൻഷ്യൽ തീം സോങ് ഫോർ സലീം, ദ പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് നരേറ്റർ ഓഫ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ? അപ്പോൾ ഏത് പാട്ടിന് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം മിഡ് നൈറ്റ് ചിൽഡ്രൻ ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേയാണ്. അതിലത്തെ പ്രൊട്ടഗോണിസ്റ്റായ സലീമിന് ഒരു പൊട്ടൻഷ്യൽ തീം സോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സോങ്ങാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള മേരാ ജൂത്താ ഹേ ജപ്പാനി, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട് അല്ലേ. ആ പാട്ടാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിച്ച് റൈറ്റർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സംതിങ് എൽസ് എൻറ്റയർലി ബൈ റുഷ്ദി ഇൻ ഹിസ് എസ്സേ? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഏത് റൈറ്ററിനാണ് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണെന്ന് സൽമാൻ റുഷ്ദി അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചത് നൈപോളിനാണ് ബൈ നൗ ഈസ് സംതിങ് എൽസ് എൻറ്റയർലി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. How does Rushdie describe in his essay a certain kind of utopian England where everything and everyone are imagined to be just a tolerant and fair? അതായത് യൂട്ടോപ്യൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഡ്രീമിലുള്ള ഒരു ആദർശ രാഷ്ട്രം. യൂട്ടോപ്യൻ ഇംഗ്ലണ്ട് എന്ന ആദർശ രാഷ്ട്രമായിട്ടുള്ള ഇംഗ്ലണ്ട്, where everything and everyone are imagined to be just tolerant and fair. അപ്പോൾ ഈ ഒരു ആദർശ രാഷ്ട്രമായിട്ടുള്ള ഇംഗ്ലണ്ട് എന്നൊരു സങ്കല്പം വരുന്നത് ഏതിലാണെന്നാണ് ചോദ്യം. അത് ഡ്രീം ഇംഗ്ലണ്ടാണ്. യഥാർത്ഥ ഇംഗ്ലണ്ട് അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഡ്രീം ഇംഗ്ലണ്ടിൽ മാത്രമേ നമുക്കൊരു ആദർശം കാണാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, വൈ വാസ് ദ ഓതർ amazed after spending months
trying to recall as much as the Bombay of the 1950s and 1960s as he could. ഈ ഒരു എസ്സേ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ വീടിൻ്റെ, അതായത് ബോംബെയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ വീടിൻ്റെ ഫോട്ടോഗ്രാഫ് കാണുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് അതിൽ ടെംപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നൊസ്റ്റാൾജിക്ക് ഫീൽ ചെയ്തിട്ട് ഇദ്ദേഹം ജനിക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തൊരു വീടാണത്. ഇന്നത് കാണാൻ പോകുന്നതാണ് എസ്സേയുടെ തുടക്കത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെമ്മറി റീകോൾ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് എന്താണ് ഫീൽ ചെയ്യണമെന്നാണ് ചോദ്യം. ദി മൈഗ്രേഷൻ ഓഫ് ദി 1950s ആൻഡ് 1960s ഹാപ്പൻഡ്. വി ആർ ഹിയർ. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെയുണ്ട്. ആൻഡ് വി ആർ നോട്ട് വില്ലിങ് ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം എനി പാർട്ട് ഓഫ് അവർ ഹെറിറ്റേജ്. പക്ഷേ ഞങ്ങൾ ഇവിടെയാണ് ജീവിക്കുന്നതെങ്കിലും, ഞങ്ങളുടെ ശരീരം ഇവിടെയാണെങ്കിലും ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ മാതൃരാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വി ആർ നോട്ട് വില്ലിങ് ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം എനി പാർട്ട് ഓഫ് അവർ ഹെറിറ്റേജ്. ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഗണത്തിൽ നിന്ന് പോലും വിട്ടു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിച്ച് ഹെറിറ്റേജ് ഇൻക്ലൂഡ്സ് ബോത്ത് എ ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ കിഡ്സ് റൈറ്റ് ടു ബി treated as a full member of this society, and also the right of any member of this post-diaspora community to draw on its root for its art, just as all the world's community of displaced writers has always done. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ പറയുന്നത് ഒരു ഡൈഫോറ റൈറ്ററാണ്. കാരണം റിയൽ ഇംഗ്ലീഷ് റൈറ്റർ അല്ല, ഇന്ത്യൻ റൈറ്ററാണ്. എന്നാൽ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ റൂട്ട്, ആ ഒരു സംഭവം ഇദ്ദേഹത്തിന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണില്ല. എന്നാൽ ഇദ്ദേഹം ഒരു കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് മാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യണുണ്ടോയെന്ന് വെച്ചാൽ അതുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാത്രം കഥയല്ല, ഏതൊരു ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ കിഡും ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ആയിട്ട് ഫീൽ ചെയ്യണില്ല. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. ആൻഡ് ഓൾസോ ദ റൈറ്റ് ഓഫ് എനി മെമ്പർ ഓഫ് ദിസ് പോസ്റ്റ് ഡയഫോറ കമ്മ്യൂണിറ്റി ടു ഡ്രോ ഓൺ ഇറ്റ്സ് റൂട്ട്സ് ഓഫ് ഇറ്റ്സ് ആർട്ട് ജസ്റ്റ് ആസ് ഓൾ ദ വേൾഡ്സ് കമ്മ്യൂണിറ്റി ഓഫ് ഡിസ്പ്ലേസ്ഡ് റൈറ്റർ ഹാസ് ഓൾവേസ് ഡൺ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പോലെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് അവരുടെ വേരുകൾ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ ചില്ലകൾ എവിടെയാണോ താമസിക്കുന്നത് ആ നാട്ടിൽ പടർത്തി നിർത്താനും പറ്റണില്ല. എല്ലായിടത്തുനിന്നും ഒരു ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫീലാണ് അവർക്ക് തോന്നുന്നത്. ചെറുതായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഈ വോയിസ് എങ്ങനെയാവും നിങ്ങൾ കേൾക്കാമെന്ന്. വാട്ട് ആർ ദ മാജർ തീം ഓഫ് ദ എസ്സേ? ഇമാജിനറി ഹോംലാൻഡ്സ്. അപ്പോൾ ഇമാജിനറി ഹോംലാൻഡ്സ് എന്നതിൻ്റെ മാജർ തീമിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ എസ്സേ ഇമാജിനറി ഹോംലാൻഡ്സ് describes the plight of the writers in the diaspora as they attempt to reconnect with their homelands. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന് പറയുന്ന ഈ എസ്സേയിൽ ആളുകളുടെ മാനസികാവസ്ഥ, അതായത് അവരുടെ ഒരു ബോധം വളരെയധികം സ്ലിപ്പ് ഓഫ് ടങ് സംഭവിക്കുന്നുണ്ട്, സോറി ഫോർ ദാറ്റ്, describes the plight of the writers in the diaspora as they attempt to reconnect with their homelands. ഈ റൈറ്റേഴ്സ് അവരുടെ മാതൃരാജ്യവുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ബോധത്തെക്കുറിച്ചിട്ട് എസ്സേയിൽ വളരെയധികം കൃത്യമായിട്ട് പറയുന്നുണ്ട്. However, the reconnections fails miserably due to incomplete memory. എന്നിരുന്നാലും അവരുടെ എഴുത്തുകളിൽ ഈ ഒരു റീകളക്ഷന് കംപ്ലീറ്റ്ലി ഫെയിലാവാണ്. കാരണം എന്താ വെച്ചാൽ അവർക്കത് ഫുള്ളായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റണില്ല. ഓർത്തെടുക്കാൻ പറ്റണില്ല. റിമെമ്പർ ചെയ്യാൻ പറ്റണില്ല. ദേ ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് വിത്ത് ദെയർ ഹോംലാൻഡ്സ് ആൻഡ് ഹാൻസ് ഗ്രോസ്ലി അലൈനേറ്റഡ്. അവരെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അവരുടെ മാതൃരാജ്യവുമായി വിട്ടു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം അങ്ങേയറ്റം അലൈനേറ്റഡ് ആയിട്ട് തോന്നുകയാണ്, വിട്ടു നിൽക്കുന്ന ഒറ്റപ്പെട്ട പോലെ തോന്നുകയാണ്. അവർക്ക് അവരുടെ വേരുകൾ നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ടു വിച്ച് derogatory term for non-white immigrants does Salman Rushdie
ഒബ്ജക്റ്റ് ടു ഇൻ ഇമാജിനറി ഹോംലാൻഡ്സ്. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചോദിച്ചിട്ടുള്ളത് നോൺ വൈറ്റ് ഇമിഗ്രേറ്റ്സിനെ ഏത് വകയിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലേക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റുഷ്ദി. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വോക്ക്, WOG, വോക്കിലാണ് അദ്ദേഹം ഈ ഒരു നോൺ വൈറ്റ് ഇമിഗ്രൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വോഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് നോട്ട് വൈറ്റ്. വോഗ് എന്ന് പറഞ്ഞാൽ വെള്ളക്കാരല്ലാത്ത മനുഷ്യന്മാർ. നെക്സ്റ്റ്, ഹൗ ഡസ് റുഷ്ദി വ്യൂ എ ഡൈഫോറിക് ഐഡൻറ്റിറ്റി ഇൻ ഹിസ് വർക്ക് ഇമാജിനറി ഹോംലാൻഡ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എസ്സേയിൽ എന്തുതന്നെയാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഡൈഫോറിക് ഐഡൻറ്റിറ്റി തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളതെന്നാണ് ചോദ്യം. ദ സെൻട്രൽ ഇഷ്യൂ ഇസ് ദാറ്റ് റുഷ്ദി ആൻഡ് അതർ പോസ്റ്റ് കൊളോണിയൽ തിങ്കേഴ്സ് ഓഫ് ഹിസ് believe that the act of migration is one of that profoundly changes the individual, transforming the relationship of the migrant with both his or her home country and new host country and impacting their identity massively as a result. ഇപ്പോൾ നാട് വിട്ട് താമസിക്കേണ്ടി വരുന്നൊരവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മൈഗ്രേഷൻ അവരിൽ വളരെയധികം ബാഡായിട്ടുള്ള എഫക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ മാതൃ രാജ്യത്തിനോട് ഒരു സ്നേഹം, ഒരു അനുകമ്പ ഒക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം നമ്മളുടെ വേരിനെ മുറിച്ച് കളയാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലേ. വേരറ്റ് പോയവരായിട്ട് ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ വേരിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. കാരണം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് മാറിയിട്ടുണ്ടാവും. സൽമാൻ റുഷ്ദീസ് ഇമാജിനറി ഹോംലാൻഡ്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ് ഓഫ് വൺസ് റൈറ്റേഴ്സ് ഇൻ്റലക്ച്വൽ ആൻഡ് പേഴ്സണൽ ഒഡീസി. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒഡീസിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തോന്നലുകൾ, ഒരു മൈഗ്രൻ്റായിട്ട് ഒരു ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ റൈറ്ററായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക അപകർഷതാബോധം അല്ലെങ്കിൽ ഇദ്ദേഹം അനുഭവിക്കുന്ന ഒരു അലൈനേഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ എസ്സേയിൽ പറയുന്നത്. ഹൗ ഡസ് റുഷ്ദി ക്രിയേറ്റ് ഹിസ് ഇമാജിനറി ഹോംലാൻഡ്സ്? Salman Rushdie's essay Imaginary Homelands begins with an image of a photograph in the room where he writes. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് എഴുതുമ്പോൾ അവിടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പഴയ വീടിൻ്റെതായിരുന്നു. ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് ദ ഹൗസ് ഇൻ വിച്ച് ഹി ലിവ്ഡ് ആസ് എ ചൈൽഡ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ താൻ ജീവിച്ചിരുന്ന ആ ഒരു വീടിൻ്റെതായിരുന്നു ആ ഫോട്ടോഗ്രാഫ്. ടേക്കൺ ബിഫോർ ഹി വാസ് ബോൺ. അദ്ദേഹം ജനിക്കുന്നതിൻ്റെ മുൻപേ ആരോ എടുത്തിട്ടുള്ള പിക്ചറാണ്. ആൻഡ് ഹി കീപ്സ് ഇറ്റ് ദാറ്റ് ടു റിമൈൻഡ് ഹിം. ആ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ റൂമിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഓർമ്മ വരാൻ ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ദാറ്റ് ദ പാസ്റ്റ് ഈസ് ഹോം ആൽബേറ്റ് എ ലോസ്റ്റ് ഹോം ഇൻ എ ലോസ്റ്റ് സിറ്റി ഇൻ ദ മിസ്റ്റ് ഓഫ് ലോസ്റ്റ് ടൈം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഹോമാണ്. ഹോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹൗസിനേക്കാളും കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഹോം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹോമാണ്. ആൽബേറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ ദോ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ആൽബേറ്റ് എ ലോസ്റ്റ് ഹോം. എന്നിരുന്നാലും അതെന്താണ്, ഒരു നഷ്ടപ്പെട്ട വീടാണ്. ഇൻ എ ലോസ്റ്റ് സിറ്റി. ലോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്, ബോംബെയാണ് അല്ലേ. ആ ബോംബെയിൽ ഈ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുള്ള ഒരു വീടാണ്. ഇൻ ദ മിസ്റ്റ് ഓഫ് ലോസ്റ്റ് ടൈം. മിസ്റ്റ് മീൻസ് ആ ഒരു നിഗൂഢത നിറഞ്ഞിട്ടുള്ള കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ഒരു ഓർമ്മയുടെ ചിത്രം. അപ്പോൾ ഈ ഒരു ഓർമ്മയുടെ ചിത്രം ഇദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഓർമ്മ അദ്ദേഹത്തിന് എപ്പോഴും വന്നുകൊണ്ടിരിക്കാനാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വരികൾ ഇവിടെ പറയുന്നുണ്ട്. ഐ എം സ്പീക്കിംഗ് നൗ ഓഫ് ദോസ് ഓഫ് അസ് ഹു എമിഗ്രേറ്റഡ് ആൻഡ് ഐ സബ്ജക്റ്റ് ദാറ്റ് ദർ ആർ times when the move seems wrong to us all, when we seem to ourselves post-lapsarian man and women. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എമിഗ്രേറ്റഡ് ആണ് അല്ലേ. എമിഗ്രേറ്റഡ് ആൻഡ് ഐ സസ്പെക്ട് ദാറ്റ് ദർ ആർ ടൈംസ് വെൻ ദ മൂവ് സീംസ് റോങ് ടു അസ് ഓൾ. ആ ഒരു പറിച്ചു നടൽ അതൊരു മോശം അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. വെൻ വി സീം ടു അവർ സെൽഫ് പോസ്റ്റ് ലെപ്സേറിയൻ മെൻ ആൻഡ് വിമൺ. അവർക്ക്
അവരെ തന്നെ നോക്കുമ്പോൾ, അതായത് ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ, അവർക്ക് സ്വയം തോന്നുമ്പോൾ ലെപ്സേറിയൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ലെപ്സേറിയൻ ആയിട്ടുള്ള മെൻ ആൻഡ് വിമൻ ആയിട്ട് തോന്നുന്നുണ്ട്. ലെപ്സേറിയൻ എന്ന് പറഞ്ഞാൽ ഒക്കറിങ് ഓർ എക്സിസ്റ്റിംഗ് ആഫ്റ്റർ ഫോൾ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഡിസ്ക്രൈബ് ഇൻ ദ ബൈബിൾ. അപ്പോൾ ഒരു ബൈബിളിലെ ടേമാണ് പോസ്റ്റ് ലെപ്സേറിയൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ നല്ല വശങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു കാലം. എന്താണ്, കലികാലം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനത്തെ ഒരു ടേമാണ് ബൈബിളിലത്തെ. വി ആർ ഹിന്ദുസ് ഹു ഹാവ് ക്രോസ്ഡ് ദ ബ്ലാക്ക് വാട്ടർ. വി ആർ മുസ്ലിം ഹു ഇറ്റ് പോർക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു തൊലിയുടെ നിറത്തിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഒരു തൊലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളുടെ ഉള്ളിൽ എന്ത് തന്നെയാണ്, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. അത് മെയിലും ഫീമെയിലും മാത്രം കുറച്ച് ഫിസിക്കൽ പാർട്സിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. വി ആർ ഹിന്ദുസ് ഹു ഹാവ് ക്രോസ്ഡ് ദ ബ്ലാക്ക് വാട്ടർ. അപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ബ്ലാക്ക് വാട്ടർ കടന്നു വന്നിട്ടുള്ള ഹിന്ദുക്കൾ. വി ആർ മുസ്ലിം ഹു ഈറ്റ് പോർക്ക്. അപ്പോൾ അറിയാം, മുസ്ലിംസിന് ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പോർക്ക് കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ഞങ്ങൾ മുസ്ലിംസുകളാണ്, പക്ഷെ ഞങ്ങൾ പോർക്ക് കഴിക്കാറുണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട്, ആസ് മൈ യൂസ് ഓഫ് ദി ക്രിസ്ത്യൻ നോഷൻ ഓഫ് ദി ഫോൾ ഇൻഡിക്കേറ്റ്സ്, വി ആർ നൗ പാർട്ട്ലി ഓഫ് ദ വെസ്റ്റ്. അപ്പോൾ ക്രിസ്ത്യൻ നോഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അതെന്താ കാണിക്കുന്നത് വെച്ചാൽ, അദ്ദേഹം പാർട്ട്ലി ഓഫ് ദ വെസ്റ്റേൺ പാർട്ടിൻ്റെ ഒരു ഭാഗമാണെന്ന്. അവർ ഐഡൻറ്റിറ്റി ഇസ് അറ്റ് വൺസ് പ്ലൂറൽ ആൻഡ് പാർഷ്യൽ. ഇപ്പോൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പല തരത്തിലാണ്, പ്ലൂറലാണ്, സിംഗുലർ അല്ല, പ്ലൂറലാണ് ആൻഡ് പാർഷ്യൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഒരു പോർക്ക് കഴിക്കുന്ന മുസ്ലിമാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൾച്ചേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം പാർഷ്യൽ ആൻഡ് പ്ലൂറൽ ആണെന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്താണെന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യം ഇദ്ദേഹത്തിന് തന്നെ കിട്ടണില്ല, മൊത്തത്തിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ ജീവിതത്തിൽ. സത്യത്തിൽ ആളുകൾ പേരുകൊണ്ട് മാത്രം ഒരാൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആവില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി അതങ്ങനെ ആക്കി തീർക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാ കൾച്ചറിലും ഉൾപ്പെടുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഏത് റിലീജിയൻ്റെ വക്താവാണെന്ന് ഇദ്ദേഹത്തിന് തന്നെ സംശയം തോന്നുകയാണ്. ഇദ്ദേഹത്തിന് തോന്നുന്നത് ഈസ് പ്ലൂറൽ ആൻഡ് പാർഷ്യൽ എന്ന രീതിയിലാണ്. Now it's time to wind up. Thank you.